ഗൈസ് ഇന്ന് 8:52 ഞാൻ ഇറങ്ങിയേക്കണത്. ഇന്ന് എന്തൊക്കെ സംഭവിക്കും, ഇന്ന് നമ്മുടെ ഓൺലൈൻ ജീവിതത്തിൽ, അതായത് ഓൺലൈൻ ടാക്സി ലൈഫിൽ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാടാ. അപ്പോൾ ചാമരെ, വെൽക്കം ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. ഇന്നലെ വന്നപ്പോൾ ഞാൻ വണ്ടി നേരെ ഇങ്ങോട്ട് ഓടിച്ച് ഇങ്ങനെ അങ്ങോട്ട് കയറ്റി അങ്ങോട്ട് ഇട്ടു. അതാണ് ഈ ഒരു പോർഷനിൽ വണ്ടി കിടക്കണേട്ടാ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഊബർ മച്ചാനെ ഓണാക്കി ഇട്ടിട്ടുണ്ട്. ഇതുവരെ ഒരു ട്രിപ്പ് പോലും കിട്ടിയിട്ടില്ല. ഇന്നലെ ഞാൻ 2 ട്രിപ്പ് എടുത്തിട്ടുള്ളൂ കേട്ടോ. 85 രൂപ. ഇന്നലെ ചൊവ്വാഴ്ച ദിവസമായിരുന്നു, ഒരു ബാഡ് ഡേ ആയിരുന്നു. വീഡിയോ ഞാൻ ഓൾറെഡി ഷൂട്ട് ചെയ്തേണ്ടാ പോയത്, പക്ഷേ കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അതുകൊണ്ട് അത് ഫ്ലോപ്പായിപ്പോയി. സോ ഇന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ ഫൈൻഡിങ് ട്രിപ്സ് വന്നില്ലല്ലോ. ഓക്കെ എൻ്റെ പൊന്നെ. അപ്പോൾ മച്ചാമാരെ, ഫസ്റ്റ് ട്രിപ്പിലേക്ക് സ്വാഗതം. 230 രൂപയുടെ ട്രിപ്പാണ് ചെയ്യണത്. കണ്ണമാലി പള്ളിയുടെ അവിടെ പോയി പിക്ക് ചെയ്യണമെന്നാണ് കാണിച്ചത്. യെസ് ഗായ്സ്, ഇതാണ് നമ്മുടെ കരി സ്ഥലത്തിൻ്റെ പേരാണ്ട കരി. നമ്മുടെ പള്ളുരുത്തിക്കാരെല്ലാം ഒന്ന് ജസ്റ്റ് ജോഗിങ്ങിനൊക്കെ വന്ന സ്ഥലമുണ്ടത്. ഇവിടെ പച്ചക്കറി തട്ടും തുടങ്ങിയോ. ഈ കവരില്ലേ, കുമ്പളങ്ങിയിലെ കവര്, ആ സാധനം പറഞ്ഞു വന്നത്. ആ സാധനം ഇപ്പം ഈ കണ്ട വെള്ളമില്ലേ, കെട്ടിക്കിടക്കണ ഇങ്ങനെ വെള്ളം, അതിൽ ഉപ്പ് കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് സത്യത്തിൽ. അപ്പോൾ ഒരു ദിവസം ഞാൻ, നമ്മുടെ കസിൻ ബ്രദർ ഉണ്ട്, സിദ്ധി എന്നാണ് പേര്, സിദ്ധി. അവൻ ഇവിടെ കാക്കനാട് വാഴക്കാലെല്ലാം സാധനമുണ്ട. അവനായിട്ടൊരു ദിവസം ഇതിലേക്ക് കൂടി വന്നപ്പോൾ അവന് യൂറിൻ പാസ് ചെയ്യണമെന്ന് പറയും. അങ്ങനെ യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ അവൻ മൂത്രമൊഴിച്ചത് നേരെ വെള്ളത്തിലേക്കാണ്. മൂത്രമൊഴിച്ച് കഴിഞ്ഞപ്പോൾ അവൻ പേടിച്ചു പോയി. സംഭവം ഇത് ഫുള്ള് നീല കളറ്, മനസ്സിലായോ? ഫുള്ള് നീല കളറ്. അച്ഛാൻ ചാടി വന്നിട്ട് എൻ്റെ അടുത്ത്, ചേട്ടാ അവിടെ നീല കളർ വെള്ളത്തിലെന്ന് പറഞ്ഞു. അവൻ അന്നാണ് ആദ്യമായിട്ട് കവര് കാണുന്നത്. അവൻ ഞാൻ കല്ലെടുത്തെറിഞ്ഞ് നോക്കിയപ്പോൾ മനസ്സിലായി എനിക്ക് സംഭവം ഇതാണ് സംഭവം. അപ്പം ഈ ഏരിയയിലൊക്കെ ഈ കവരടിക്കാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. ഒന്ന് മൂത്രം ഒഴിച്ചപ്പോൾ കവര് കണ്ട സീനാണ് ഇവിടെ. അങ്ങനെയാണോ കാത്തോണേ, ഇന്നത്തെ ദിവസം തകർക്കണം. ഓട്ടം ഭയങ്കര ഷോണ് കഴിച്ചു. നമ്മൾ ഈ റോട്ടിലൊക്കെ പോയി ഉച്ചക്കൊക്കെ ശരിക്കും നമ്മൾ ടയേർഡായി പോകണ്ട. വെയിലും നല്ല ചൂടും, അതുകൊണ്ട് ഭയങ്കര ടയേർഡായി പോകുന്നുണ്ട് ഗൈസ്. കസ്റ്റമർ ലൊക്കേഷൻ ഒരു കണ്ടത്തിലായിരുന്നു കേട്ടോ. ഞാൻ വളച്ച് ഇവിടെ ഇട്ട് നിൽക്കാം, കസ്റ്റമറെ കാണാനില്ല. ഞാൻ ഓൾറെഡി ലൊക്കേഷനിലെത്തി, പക്ഷെ ഇവിടെ ഒരു കണ്ടം മാത്രമേ കാണുന്നുള്ളൂ. ഫ്രണ്ട്സ്, ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് കിട്ടിയേക്കണ 228 രൂപ. അത് SBIയിലേക്കാണ് വന്നത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ GPay ചെയ്തു തരാമെന്ന് പറഞ്ഞു. മാഡത്തിൻ്റെ വേറൊരു മാഡത്തിൻ്റെ ഫ്രണ്ടിൻ്റെ ആരുടെ ഞാൻ GPay ചെയ്തു കേട്ടോ. GPay ചെയ്തു വന്നപ്പോൾ എൻ്റെ അമ്മേനെ കുറിച്ച് ചോദിച്ചു. അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു. വ്ളോഗൊക്കെ ചെയ്യണല്ലേ, എങ്ങനെയുണ്ട് വ്ളോഗൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർക്ക് ഈ കൊച്ചി റൈഡർ എന്ന് പറഞ്ഞ ചാനൽ അറിയില്ല കേട്ടോ. അവർക്കറിയാവുന്നത് മറ്റേ ഫെബീസ് എന്ന് പറഞ്ഞ ചാനലാണ്, എൻ്റെ ട്രാവലിംഗ് ചാനലാണ്. കൊച്ചി റൈഡർ എന്നുള്ള കാര്യം ഞാനങ്ങനെ സീക്രട്ടായിട്ട് വെച്ചേക്കണേണ്. അങ്ങനെ ആർക്കും അറിയില്ല സത്യത്തിൽ. അപ്പോൾ അങ്ങനെ പരിചയമുള്ള ഒരാളായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇവിടം വരെ മിണ്ടിയില്ല. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് കണ്ടപ്പോഴാണ് ചോദിച്ചത്. അപ്പോൾ അമ്മയുടെ കൂട്ടുകാരിയായിരുന്നു. അന്വേഷണം പറയണമെന്ന് പറഞ്ഞായിരുന്നു അമ്മേൻ്റെ അടുത്ത്. അമ്മ ഈ ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളൊരു കണക്ഷനാണ്. എന്തായാലും 228 രൂപ കിട്ടിയിട്ട് നമുക്ക്. മാഡം 300 ഇട്ട് തന്നു, ബാക്കി ഊബർ കൊണ്ടുപോകും. അതായത് 300 റുപ്പീസാണ് ഊബറിൽ കാണിച്ചത്, 228 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കി കമ്മീഷൻ ഊബർ പിടിക്കും. ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്നു. 9:50 ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഞാനിപ്പോൾ പനമ്പള്ളി നഗറിലാണ് നിൽക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മാറ്റിയിടാം. അവിടെ വണ്ടികൾ ഇഷ്ടംപോലെ കിടക്കുന്നുണ്ട്. നമുക്ക് വരാനുള്ളത് നമുക്ക് വരും. പനമ്പള്ളി നഗറിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നിൽക്കണ സ്പോട്ട് പാസ്പോർട്ട് ഓഫീസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ സ്ട്രൈറ്റ് വന്നിട്ട് ഇവിടെ അവിടെ കുറേ വണ്ടികൾ കിടക്കുന്നു കണ്ടു. അവിടെയാണ് ഞാൻ വണ്ടി കൊണ്ട് നിടാറ്. ശാന്തി, സമാധാനം എല്ലാം നിറഞ്ഞൊരു സ്ഥലം. ഇവിടെ നിൽക്കാം. അതുകൊണ്ട് ഗൈസ്, നമ്മൾ വന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ സെർജ് മീൻസ് സെർജ് പ്രൈസിങ് ഇൻ എഫക്റ്റ്.
8 കിലോമീറ്റർ അപ്പുറത്താണ്. എന്ത് സർജ്, ഒരു സർജ് ഉണ്ടാവില്ല. അവിടെ ചെല്ലുമ്പോഴായിരിക്കും ഇവിടെ സർജ്, ഇവിടെ ചെല്ലുമ്പോൾ അവിടെ സർജ്, ഇതൊക്കെ തന്നെ പരിപാടി. പോസ്റ്റ് അടിച്ച് കിടക്കാം ഗൈസ്. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഉള്ളി 2 കിലോ 100 രൂപ കേട്ടോ, 2 കിലോ 100 രൂപ. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മേഡത്തിൻ്റെ ഷോള് പുറത്തായിരുന്നുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു ബൈക്കുകാരൻ പോയപ്പോൾ ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാനപ്പോൾ ഫ്രണ്ടിലോട്ടാണ് നോക്കിയത്, എന്താ. പിന്നെ ഒരു ചേച്ചി സ്കൂട്ടർ ഓടിച്ച് പോയപ്പോൾ ആ ചേച്ചിയും ഇങ്ങനെ ഉന്നം കാണിക്കണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തോ വള്ളി ഉണ്ടെന്ന് മനസ്സിലായി. ഞാനപ്പോൾ സൈഡ് ഒതുക്കാൻ പോയപ്പോൾ തന്നെ വേറൊരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, മോനെ ഷോളെന്ന് പറഞ്ഞു. അപ്പോൾ ആ മേഡത്തിൻ്റെ അടുത്ത് ഞാൻ ഷോള് പുറത്താന്ന് തോന്നുന്നു മേഡം എന്ന് പറഞ്ഞപ്പോൾ, മുൻ സൈഡ് ഒതുക്കും മോനെയെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ സൈഡ് ഒതുക്കി നിർത്തി. ആ മേഡം ഷോള് മാറ്റിയിട്ടാണ്. വണ്ടീൻ്റെ ഷോള്, അതായത് ഡോർ അടച്ചപ്പോൾ ഷോള് പുറത്തായിരുന്നു, പകുതി പുറത്തായിരുന്നു. അങ്ങനത്തെ സീൻ ഫസ്റ്റ് ടൈം ആയിരുന്നു. ഒരു മിനി കൂപ്പർ നോക്കി ജയിച്ചാണ്ട് ഓടിക്കുന്നു. പക്ഷെ എൻ്റെ പൊന്നെ വേറെ മൂട്. എന്ത് മൂട്? അംബാനി മൂട്. നല്ല ചൂടാണ്, പുറത്തൊക്കെ ചൂടാണ്. ഇപ്പം ഇത്ര നേരം പുറത്തിറങ്ങി നിന്ന് പിന്നെ ഇപ്പോൾ അകത്തേറി ജസ്റ്റ് ഒന്ന് AC ഓണാക്കിയിട്ടതാണ്. മറ്റേ ഫാൻ ഒരെണ്ണം മേടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഞാൻ ഓൾറെഡി എൻ്റെ പഴയ വീഡിയോയിൽ ഒരെണ്ണം ഞാൻ ബുക്ക് ചെയ്ത് വരുത്തിയതാണ്. പക്ഷെ അത് വെക്കാനൊരു സ്ഥലമില്ല. ഇവിടെയൊക്കെ കൊണ്ട് വെക്കേണ്ടി വരും. ഇവിടെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഷോക്കായിരിക്കും. അപ്പോൾ ഞാൻ ഒരെണ്ണം കണ്ടിട്ടുണ്ട് ചെറുത്, ഒരു ക്ലിപ്പ് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു സെറ്റപ്പിൽ. അപ്പോൾ അതൊരെണ്ണം ബുക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ അടുത്ത മാസവും ഈ മാസമൊക്കെ ചൂടാണെന്ന് പറയണത്. ചൂടത്ത് നല്ല പൊരിഞ്ഞിരിക്കേണ്ടി വരും. അയ്യോ, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ട ഒരു സാധനം വന്ന് വീണേക്കണണ്ട കറക്റ്റ് ഈ ഗ്ലാസിൻ്റെ ഇടയിൽ. ഇപ്പം അയ്യോ അടിയിലോട്ട് കാണിച്ചു കഴിഞ്ഞാൽ അടിയിലോട്ട് പോകും. കറക്റ്റ് ഗ്യാപ്പിൽ തന്നെ വന്ന് വീണേക്കണം. മേന കെട്ടവൻ. ചേച്ചി ഓട്ടോ കാത്തിരിക്കണേണ്ട. ചേച്ചി ഓട്ടോ കാശ് എന്നാൽ മതി, ബാക്കി അറിയിക്കോ. നമ്മളെയൊക്കെ കൈ കാണിച്ച് നിർത്തിക്കണ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അല്ലേ? ഓട്ടോ കൈ കാണിച്ച് നിർത്തണ പോലെ തന്നെ നമ്മുടെ ഈ ടാക്സി വണ്ടികളും കൈ കാണിച്ചാൽ നിർത്തിക്കോളും വണ്ടികൾ. കാരണം അങ്ങനെയെങ്കിലും ഒരു ഓട്ടോ കിട്ടണ്ടേന്ന് വിചാരിച്ചാണ്. വേണ്ട, അതൊക്കെ കാലുകൂടി പോണ ഓട്ടോയാണ്, അത് നിർത്തി കൊടുക്കണില്ല. അവർക്കൊന്നും ഓട്ടം വേണ്ടേ. ഇവിടെ ഓട്ടോ ഇല്ല. ഓട്ടോ കാശെങ്കിൽ ഓട്ടോ കാശ്. ചേച്ചി കയറിക്കോ ചേച്ചി. വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ കയറും, പിന്നെ വേണ്ട അല്ലേ? അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അതാകുമ്പോൾ കാലുകൂടി നടന്നാലും കൈ കാണിച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ ആൾ കയറും എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഓൺലൈനിൽ മാത്രം ആശ്രയിച്ച് നടക്കേണ്ട അവസ്ഥ. അതാണെങ്കിൽ അടിയില്ല, ചത്ത് പോയെന്ന് തോന്നും. ചേട്ടാ ഒന്ന് നിർത്തി കൊടുക്കുക ചേട്ടാ. നിർത്തി. കുറേ നേരം നിന്നിട്ടാ. പൊട്ടെ കാലുകൂടി കിടക്കണേണല്ലോ എല്ലാ വണ്ടി. എനിക്ക് വയ്യ, ഞാനും പോണ ഇവിടെ നിന്ന്. കുറേ നേരം വന്ന് നിൽക്കണത്. 11 മണിയായി, 1 മണിക്കൂർ കഴിഞ്ഞു. അടുത്ത സ്പോട്ടിലേക്ക് പോവാം. ഗൈസ്, ഇതുവരെ എനിക്കൊരു ട്രിപ്പ് കിട്ടിയില്ലട്ടാ. ഞാനിവിടെ നേരെ പള്ളിമുക്കി വന്നു. അപ്പോൾ നമ്മുടെ ആ മൊബൈൽ ഷോപ്പിലോട്ട് കുറച്ച് സ്റ്റോക്ക് എടുക്കാനുണ്ടായിരുന്നു. ആ സാധനമൊക്കെ മേടിച്ച് ആ പരിപാടിയെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് പള്ളുരുത്തിലോട്ട് ട്രിപ്പ് കിട്ടുമ്പോൾ ഈ സാധനം അവിടെ എത്തിച്ചാൽ മതി. അപ്പോൾ ഒരു 10-200 രൂപ അങ്ങനെ കിട്ടും കേട്ടോ. ഇത് കണ്ട 11:40 ഒരു രക്ഷയില്ലട്ടാ. ഇതുവരെ ഒരു ട്രിപ്പ് അടിച്ചുള്ള. ഐ ആം ട്രാപ്ഡ് ഗൈസ്. വളരെ ശോകമുണ്ട് ഇന്നത്തെ ദിവസം. ഇന്നത്തെ ദിവസമല്ല, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെയാണ്. കമൻ്റ് അടിക്കുക ഗൈസ്. വണ്ടി ഓടണവരൊക്കെ കമൻ്റ് അടിക്കുക. എല്ലാവർക്കും ഈ അവസ്ഥ തന്നെയാണോ? ഞാൻ മാത്രമാണോ അല്ലെങ്കിൽ പെട്ടിരിക്കണമെന്ന് എനിക്കറിയില്ല. ഇവിടെ നിന്ന് ഇറക്കിയിടട്ടെ, അല്ലെങ്കിൽ കസ്റ്റമർ എന്ന സീനാവും. ഇത് ഹോൾസെയിൽ ഷോപ്പാണ് ഇതൊക്കെ മൊബൈൽസിൻ്റെ. അവിടെ വന്നിട്ടാണ് ഞാൻ പരിപാടി നടത്തിയത്. ഫ്രണ്ട്സ്, ഒരു രക്ഷയില്ലട്ടാ. ഇപ്പോൾ സമയം നോക്കി 12:14. രക്ഷയില്ലെന്ന് പറഞ്ഞാൽ രക്ഷയില്ല. എൻ്റെ അമ്മോ, നല്ല ചൂടും. എന്താണിത്, ഒരു ട്രിപ്പ് പോലും വന്നിട്ടില്ലെന്ന്. ഞാനിപ്പോൾ എല്ലാ ആപ്പും ഒലയം ഓണാക്കിയിട്ടുണ്ട്, യാത്രയും ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ഒന്നിലും ഒരു ട്രിപ്പ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ ഇപ്പം നേരെ ആ ടർബോ മൊബൈൽസിലേക്കാണ് പോണത്. അവിടെ ഇതുകൊണ്ടേ കൊടുത്താൽ ഒരു 200 റുപ്പീസ് കിട്ടും. ആ ഒരു പൈസക്ക് നമുക്ക് ഫുഡ് അടിക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇനി നമ്മൾ ഇപ്പോഴാണ് ഒരു ട്രിപ്പ് വന്നേക്കണം ഗൈസ്. എങ്ങോട്ടേക്കാം ട്രിപ്പ് എടുത്തേക്കാം. ആറ്റങ്ങോട്ട് കിട്ടിയതാണ് ഒരു ട്രിപ്പ്. ഇവിടം വരെ കാലുകൂടി വരണ്ടിയും വന്നു. എന്തായാലും ഈ ഒരു ട്രിപ്പ് എടുത്തേക്കാം. ഞാൻ നേരെ ടർബോ മൊബൈൽസിലേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശിക്കണം.
അത് കിട്ടിയ ഒരു 200 രൂപ അവിടെ നിന്ന് ഫുഡ് അടിക്കാമെന്നുള്ള മൈൻഡിൽ. എന്തായാലും ഞാൻ ഈ ട്രിപ്പ് പോയി എടുക്കട്ടെ ഗൈസ്, എന്നിട്ട് ബാക്കി നോക്കട്ടെ. ആ കോടതി വളപ്പിൽ നിന്ന് ഒരു ട്രിപ്പ് അടിച്ചേക്കണം. സീനായിരുന്നു, ഞാൻ പ്രതീക്ഷിച്ചില്ല. കറക്റ്റായിട്ട് 2 അഡ്വക്കേറ്റ്സ് ആണ് കയറിയത്. ഞാനിപ്പോൾ അവരവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്. ഇപ്പോൾ അവർ നിന്നേച്ചവിടെ. അത് ഞാൻ ക്യാമറ ഞാൻ ഈ സൈഡ് തിരിച്ചളഞ്ഞ. കസ്റ്റമറെ നമുക്ക് കാണിക്കുന്നത് ശരിയല്ലല്ലോ ഗൈസ്. അപ്പം ഞാൻ ഹൈക്കോർട്ടിൻ്റെ ആ ഒരു ഏരിയയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ സമയം 12:42 ഇപ്പോൾ ഊബറിൽ ഇങ്ങനെയൊക്കെ കാണിക്കണം 219 രൂപ 97 പൈസ അങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. അത് ഇതൊരു വൃത്തിയായിട്ട് ഏർപ്പെടാന്നറിയോ. ഞാൻ 219 രൂപ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു 219 അല്ല 219 രൂപ 97 പൈസയാണ്. അതെന്താണ് അങ്ങനെ പറയണതെന്ന് എനിക്കറിയില്ല കേട്ടാ. ഇപ്പോൾ ഈ CNG കണക്ക് തന്നെയാണ് ഊബറിലും കാണിക്കണേ കേട്ടാ. എന്തായാലും നമുക്കിനി ഇവിടെ എവിടെയെങ്കിലും കിടക്കാം, അതേ നടക്കുള്ളൂ. മീൻസ് ഫുഡ് അടിക്കാൻ സമയമായി, ഫുഡ് അടിച്ചിട്ട് നോക്കാം. ആകെ 2 ട്രിപ്പാണെന്ന് കിട്ടിയേക്കണത്, 431. ശരിക്കും ഡള്ളായി. ഇന്നത്തെ ദിവസം പോയി. 8 മണിക്ക് ഇറങ്ങിയതാണ്, 1 മണിയായി. ആകെ ഒപ്പിച്ചേക്കണം 431 രൂപയെ. എന്തൊരു ശോഭമാണ് ദിവസം ഗൈസ്. ഞാൻ എവിടെയെങ്കിലും പോയി നൈസായിട്ട് ഫുഡ് അടിക്കട്ടേടാ. നല്ല ഊണോ കഞ്ഞിയോ മേടിച്ച് അടിക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. നമുക്കിങ്ങനെ ട്രിപ്പില്ലാത്ത ദിവസമൊക്കെ വരുമ്പോൾ വെറുതെ ശോകമായിരിക്കും. ശോകമാണ്. തളരരുത്. ഇനി അങ്ങോട്ട് എന്താണ് വരാൻ കിടക്കണേന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വർക്കാണ് ഊബർ. എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് വന്നിട്ട് കാണാടാ. 2 അഡ്വക്കേറ്റ്സ് ആയിരുന്നേടാ കസ്റ്റമറെ പറ്റി പറയാനെന്നുണ്ടെങ്കിൽ. 2 അഡ്വക്കേറ്റ്സ് എനിക്ക് തോന്നുന്നു അവരുടെ സീനിയറും ഒരു ജൂനിയറും കൂടിയാണ് കയറിയിരിക്കുന്നത്. സീനിയർ ജൂനിയറിൻ്റെ അടുത്ത് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണ്ടായിരുന്നു. എന്തോ ഒരു അന്നമനട കേസിനെ പറ്റിയാണ് പറയുന്നത്. എന്തായാലും ഒരു കേസ് ജയിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അത്ര കോൺഫിഡൻസിലാണ് അവർ വണ്ടിയിൽ ഇരുന്ന് വെച്ചത്. അപ്പം അങ്ങനെയൊക്കെ ഇനി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി സംസാരിക്കാം. ഞാനാകെ ഡള്ളായിപ്പോയി ഗൈസ്, ഡള്ളായിപ്പോയി. എനിക്ക് ട്രിപ്പില്ല ഗൈസ്. ഈ വഴി കൂടി പോയാലോ? ഈ വഴി കൂടി പോവാം. താങ്ക് യു ബ്രോ, നൈസ്. അച്ഛൻ നിർത്തി തന്നോളെ. ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയ സ്ഥലത്ത് ഇങ്ങനെ എഴുതി വെച്ചാൽ നോ പാർക്കിംഗ് 24 hours വർക്കിംഗ്. വള്ളിയാവും. കുറച്ച് ബാഗ് പഠിച്ച് എവിടെയെങ്കിലും ഇടാം. അവിടെ ഒരു ഹോട്ടലിൽ കണ്ടായിരുന്നു ഞാൻ, അതാണ് ഇവിടെ നിർത്തിയത്. അയ്യോ 8 ബസ് വന്നുണ്ട്. പൊക്കോ. താങ്ക് യു. ഈ ഒരു കടയിൽ നിന്നാണ് ഞാൻ ഫുഡ് അടിച്ചത്. ഫുഡ് അടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കൊരു ട്രിപ്പ് അടിച്ചിട്ടാ. ഒലേന്നാണ്ട് എനിക്കൊരു ട്രിപ്പ് അടിച്ചേക്കണത്. കിട്ടിയില്ലെങ്കില്ല. ജസ്റ്റ് 150 രൂപയുടെ ട്രിപ്പാണ് കിട്ടിയേക്കണത്. അതെങ്കിൽ അതെന്നുള്ള മൈൻഡല്ല, അതെങ്കിലും കിട്ടിയല്ലോ ദൈവമേ എന്നുള്ള മൈൻഡ്. ഇതിലും ഭേദം നമുക്ക് വല്ല എയർപോർട്ടോട്ടം കിട്ടി എയർപോർട്ടിൽ കിടന്ന് ഉറങ്ങണമായിരുന്നു നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. എയർപോർട്ടിൽ നമ്മുടെ കമ്പനിക്കാരൊക്കെ എയർപോർട്ടിലുണ്ട്. അവന്മാരവിടെ പോസ്റ്റ് അടിച്ച് നിൽക്കണമെന്ന് വരാൻ പറഞ്ഞു. എയർപോർട്ടിലേക്കുള്ള ഓട്ടം കിട്ടിയാലല്ലേ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. നൈസ്. ബസ് കൊണ്ടൊന്ന് ഇപ്പോൾ വട്ടം വെക്കും. അപ്പോഴേക്കും ആ ട്രിപ്പ് പോവുകയും ചെയ്യും. സബാഷ് ചേട്ടാ. ആ വഴിയിൽ നിന്നാണ് കേട്ടോ ട്രിപ്പ് അടിച്ചേക്കുന്നത്. ഞാൻ എന്തായാലും കസ്റ്റമറെ പോയി പിക്ക് ചെയ്യട്ടെ ഗൈസ്, അല്ലെങ്കിൽ ലാഗാവും ഗൈസ്. ഞാൻ മറ്റേ ഹോസ്പിറ്റലിൽ നിന്നാണ് പുള്ളിനെ പിക്ക് ചെയ്തത്. ഒരു ഫ്രീക്കൻ ഡോക്ടർ ആയിരുന്നേട്ടാ. നൈസ്. അവിടെ ഒരു തണൽ കണ്ട് ഗൈസ്. തണലത്ത് നമുക്ക് ഇട്ടിട്ട് കഥ പറയാം. ഒരു 55-56 വയസ്സ് തോന്നി. മുടിയൊക്കെ വെറുതെ ചെമ്പിപ്പിച്ചിട്ട് വെറുതെ അടിപൊളി കസ്റ്റമർ എന്നൊക്കെ പറയാം. വെൽ ബിഹേവ്ഡ് കസ്റ്റമർ, സബ്മിറ്റ് 5 സ്റ്റാർ റേറ്റിംഗ് ആണ് ഞാൻ കൊടുത്തത്. പക്ഷേ സീൻ കിട്ടിയേക്കണത് ഇത് ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു. 150 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. അത് ഒല പിടിച്ച് ഒലയിലാണ് ഇപ്പം എനിക്ക് ട്രിപ്പ് വന്നത് കേട്ടോ. അപ്പം അങ്ങനെയായിരുന്നു. ടേക്ക് എ സെൽഫി ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് സെൽഫി എടുക്കട്ടെ.
ഫ്രീക്കൻ ഡോക്ടർ എന്ന് പറയാൻ കാരണം എന്ന് പറയാം, പുള്ളി മുടിയൊക്കെ ഇങ്ങനെ സ്പൈക്ക് ചെയ്ത് വെച്ചിട്ടില്ലേ. 55 വയസ്സാണ്, പക്ഷെ പുള്ളി വെറുതെ കിടിലൻ ഫ്രീക്ക് മനുഷ്യൻ. സ്പൈക്ക് ചെയ്ത് വെച്ചിട്ട് വെറുതെ വേറെ മൂഡ്. അത് ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചില്ല ഡോക്ടറാണെന്ന്. പിന്നെ വണ്ടി കയറി ഇരുന്നിട്ട് സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി പുള്ളി പ്രൊഫഷണലാണെന്ന് മനസ്സിലായി. പുള്ളി എന്തോ കിഡ്നിയിൽ എന്തോ സിസ്റ്റ് വളർന്നതിനെ പറ്റി വിവരിച്ചു കൊടുക്കണ്ടായിരുന്നു. കിഡ്നിയിൽ എന്തോ ഒരു മുഴ വന്നിട്ടേ അതിനെപ്പറ്റി വിവരിച്ചു കൊടുക്കണ്ടായിരുന്നു പുള്ളി. എന്തായാലും നല്ല നല്ല കസ്റ്റമർ കയറട്ടെ. പുള്ളിനോട് ഞാൻ വഴി ഇതിലെയാണോ എന്ന് ചോദിച്ചു ആ കയറിയപ്പോൾ തന്നെ. പുള്ളി അപ്പം അവിടെ മുതൽ പുള്ളിയുടെ ഫ്ലാറ്റ് എത്തണ വരെ പുള്ളി എനിക്ക് വഴി പറഞ്ഞു. അടിപൊളി മനുഷ്യൻ, അടിപൊളി മനുഷ്യൻ, അടിപൊളി മച്ചാൻ. നമുക്ക് എവിടെ നിന്ന് CNG അടിച്ചിട്ട് ബാക്കി പരിപാടി നോക്കട്ടോ. CNG അടിക്കാനുള്ള പൈസ പോലും നമ്മൾ ഒപ്പിച്ചിട്ടില്ല. ആകെ 400 + 150. ആ 150 ഒല പിടിക്കുകയും ചെയ്ത്. എന്തായാലും CNG അടിക്കാനുള്ള പോസ്റ്റാണ് ഈ കാണുന്നത്. ഇനി കുറച്ച് നേരം ഇവിടെ പോസ്റ്റ് അടിക്കാം. ഓൾറെഡി CNG എൻ്റെ 4 ഘട്ട ബാലൻസ് ഉണ്ട് കേട്ടോ. 76 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കുണ്ടന്നൂർ നിന്ന് അടിച്ചതാണ്. ഞാൻ അടിച്ച് ഫുള്ളാക്കി ഇട്ടേക്കാലെന്ന് വിചാരിച്ചതാണ്. അങ്ങനെ കയറ്റിയതാണ്. 300 രൂപ കടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. 300-350 രൂപ കടിക്കേണ്ടി വരും. ഞാൻ പറയട്ടെ എത്ര രൂപ കടിക്കേണ്ടി വരുമെന്ന്. ഫ്രണ്ട്സ് 454 രൂപക്ക് CNG അടിച്ച് കയറ്റിയിട്ടാ. അതായത് ഇന്ന് കിട്ടിയ പൈസക്ക് മൊത്തം CNG അടിച്ച് കയറ്റി. അതാണ് സംഭവിച്ചത്. ഇനിയുള്ള ഓട്ടം കിട്ടിയാൽ മാത്രമേ രക്ഷയുള്ളൂ ഗൈസ്. പുഷ്പല്ല പുഷ്പൻ. ഈ പണിക്കൊക്കെ ഇറങ്ങണവരെ പുഷ്പൻ എന്ന് വിളിക്കും ലാസ്റ്റ്. ഇത് എല്ലാവർക്കും ഇത് തന്നെ ഉണ്ട് അവസ്ഥ. അതാണ് കാലിക്കൊക്കെ ഓടി പോണേ പാവം ചേട്ടൻ. ഷോ ഞാനും പാവം, അത് വേറെ കാര്യം. ഗൈസ് അങ്ങനെ വീണ്ടും നമ്മൾ പനമ്പള്ളി നഗറിൽ തന്നെ എത്തിയിട്ടാ. എൻ്റെ പൊന്നെ, നമുക്ക് ഇവിടെ നിന്നൊരു ക്ഷാമില്ലേ. 1:45 അയ്യോ. ദിസ് സൈഡ് ഈസ് ബെറ്റർ. അവ ഇവിടെ തുറന്നിടാം. ഇവിടെ ഇരിക്കാം, അതാ നല്ലത്. ഈ മരങ്ങളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും നമ്മുടെ അവസ്ഥ വളരെ ദയനീയമായി പോയാനേട്ടാ. മരങ്ങളിലുള്ളതുകൊണ്ട് മരച്ചോട്ടിലെങ്കിലും ഇങ്ങനെ കിടന്ന് ഉറങ്ങാൻ പറ്റും. മരങ്ങളൊന്നും ഇല്ല, ഫുള്ള് വെയിലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷെ എൻ്റെ പൊന്നോ സീന. ഇത് മരവിച്ച് ഇരിക്കണേണ്ട. ഇനി ഇതിലൊരു ട്രിപ്പ് അപ്പം കിട്ടാനാണെന്ന് ദൈവത്തിനറിയാം. ഫ്രണ്ട്സ് 2:18 ഭയങ്കര ചൂടായി. അതുപോലെ അതുകൂടാതെ ഒരു കാറ്റ് പോലും ഇല്ലാത്ത ഈ സ്ഥലത്ത്. പിന്നെ മച്ചാന്മാരെ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, പുതിയ വണ്ടികൾ ഇപ്പോൾ അറ്റാച്ച് ആക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ടീം എന്നെ വിളിച്ചായിരുന്നു കേട്ടോ. ഒരു ടീമല്ല, ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ വീഡിയോസ് ഇടാൻ തുടങ്ങിയതുകൊണ്ട് കുറേ പേര് എന്നെ കോണ്ടാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മെസ്സേജിൽ കണ്ടതാണ് അവർ പറയണത് പുതിയ എർട്ടിക എടുത്ത് ഇറങ്ങി ബ്രോ ഊബർ ഓടാൻ വേണ്ടി. അപ്പോൾ ഊബർ ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു പുതിയ വണ്ടികൾ ഇപ്പോൾ എടുക്കണില്ല, കൊച്ചിയിൽ കുറേ വണ്ടികളായി, അതുകൊണ്ട് ഇപ്പോൾ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. ഇനി വണ്ടികൾ ഇറങ്ങണ അനുസരിച്ചായിരിക്കും ഊബർ വണ്ടികൾ കയറ്റണേന്ന് പറഞ്ഞിട്ടോ. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോൾ ഇത് നിങ്ങളുടെ അടുത്ത് പറയാൻ കാരണം ഇങ്ങനെ ഒരു ന്യൂസ് ഞാൻ കേട്ടു. ഇത് ജെന്യൂൻ ആണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ നൈസായിട്ട് ഊബർ ഓഫീസിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യോ അല്ലെങ്കിൽ ചെന്ന് നോക്കിയതിന് ശേഷം കൊച്ചിയിൽ കാറായിട്ട് ഇറങ്ങാൻ നോക്കാട്ടോ. അല്ലെങ്കിൽ വണ്ടി ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ പെട്ട് പോകണ്ട, ചിലപ്പോൾ ലോണൊക്കെ എടുത്തായിരിക്കും വണ്ടി എടുക്കണത്. അപ്പം അങ്ങനെ പെടാതിരിക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. ഉണ്ടാവടാ അല്ലെങ്കിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ള വെറുതെ ട്രിപ്പ് വന്നിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ഇത്. അതെന്ത് മാങ്ങാത്തൊലി ഏർപ്പെടാന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണടാ. ആ നൈസായിട്ട് വണ്ടി എടുത്ത് അവിടെ നിന്ന് മുമ്പോട്ട് നീങ്ങി. കേസ് എത്ര നേരമെന്ന് വെച്ചാൽ പോസ്റ്റ് അടിക്കാണ്. പോസ്റ്റ് അടിക്കണതിനൊരു ഇതില്ലേ. ഓക്കെ 2:30 മണിയായി. 8, 8:30, 9 മണിക്ക് ഇറങ്ങിയല്ലേ. 8:30 മണി ആ ടൈമൊക്കെ ആയിട്ട് ഇറങ്ങിയതല്ലേ. എന്നിട്ട് ഇങ്ങനെ അവസ്ഥ. ആ കിട്ടിയേക്കണ 400 രൂപ. ഗൈസ് ആറ്റ് നോറ്റ് ഒരു ട്രിപ്പ് നോക്കിയിരുന്ന വെച്ചാൽ എനിക്ക് നമ്മുടെ KL 43 ലൈവ് ലൊക്കേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു രാവിലെ.
ഞാൻ ചുമ്മാ കയറി ആ ഗ്രൂപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ തോപ്പുംപടിയിൽ ഒരു റെന്റിൽ കിടന്ന് കളിക്കണ് നമ്മുടെ ആന്റണി ബ്രോ. ഒരു റെന്റിൽ ഇട്ടേക്കണ്. എത്ര മണിക്കൂർ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ പുള്ളിനെ വെറുതെ വിളിച്ചു നോക്കി. ആന്റണി ബ്രോ പറഞ്ഞിടാ ക്ലോസ് ആയിട്ടില്ല, നീ വന്ന് എടുത്തോളാൻ പറഞ്ഞിടാ. പിന്നെ ചവിട്ടി പൊളിച്ച് പോണേ. കസ്റ്റമറുടെ നമ്പർ തന്നുണ്ട്. കസ്റ്റമർ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ ഒരു 5 മിനിറ്റ് പറഞ്ഞേക്കണത്. 5 മിനിറ്റ് കൊണ്ടത് നമുക്ക് അവിടെ എത്താൻ പറ്റും. ഇവിടെ ഞാനിപ്പോൾ നമ്മുടെ നേവൽ ബേസിൻ്റെ അവിടെ എത്തി. സോ ഗൈസ്, ദൈവം ഉണ്ടെന്ന് പറഞ്ഞത് വെറുതെ അല്ലടാ. നമ്മളാ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ കണ്ടു പോയെ ദൈവത്തിന് തന്നെ വിചാരിക്കും ഇവൻ ഇത്രത്തോളമൊക്കെ കിടന്ന് നരയിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് ദൈവം വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയല്ലേ മാധവേ? നീ മിണ്ടാണ്ടിരുന്നോ? ഊബർ വെറുതെ നമുക്കിട്ട് പണി തന്നോണ്ടിരിക്കണേ. വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങണവരൊക്കെ ഊബർ മാത്രം നോക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ പണി പാലമ്പളത്തേക്ക് കിട്ടൂടാ. ഏച്ചപ്പാ ഇന്നത്തെ ഓൺലൈൻ ലൈഫ് കഴിഞ്ഞിട്ടാ. ഇന്നിപ്പോൾ അതിന് പേഴ്സണൽ ട്രിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് നമ്മുടെ ഗ്രൂപ്പ് KL43 ഗ്രൂപ്പിലുള്ള ഒരു മച്ചാൻ, ആൻ്റണി മച്ചാൻ, നമുക്കൊരു ട്രിപ്പ് തന്നിരിക്കുന്ന കാഴ്ചയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. ഇനി ഇവിടുന്ന് എത്ര നേരം ട്രിപ്പ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇവരെയൊക്കെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകണമെന്ന് എനിക്കറിയില്ല. നിങ്ങളെന്തായാലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. ഞാൻ ബാക്കി ഷെയർ ചെയ്യാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ തോപ്പുംപടിയിൽ നിന്ന് അവരെ പിക്ക് ചെയ്തിട്ട് ബാക്കി നോക്കാട്ടോ. ഈ സമയം ഇടം വന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യട്ടെ മോനെ, 3 മണി ആവട്ടെ എന്നോട്. എന്തായാലും ഒരു 15 മിനിറ്റ് ഇവിടെ പോസ്റ്റ്. ഇന്ന് എന്താണ് പോസ്റ്റ് ഡേ? അവിടെ നിന്ന് വണ്ടി അനക്കാൻ തോന്നിയതും ആ ഗ്രൂപ്പിൽ കയറാൻ തോന്നിയതും എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ ഇന്ന് അവിടെ കിടന്ന് നരകിച്ച് ചത്താനെ. അവസ്ഥ നോക്കണേ. ഇനിയിപ്പോൾ ഈ റെൻ്റിൽ എത്ര നേരം ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എത്ര നേരം ഉണ്ടാവും അത്ര പൈസ നമുക്ക് കിട്ടുമല്ലോ എന്തായാലും. കിലോമീറ്റർ പൈസ അല്ല. റെൻ്റൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മണിക്കൂർ 300 രൂപ വെച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ 350 ആയിരിക്കാം, ചിലപ്പോൾ 250 ആയിരിക്കാം. ആൻ്റണി ബ്രോ എത്രയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല റേറ്റ്. ഞാൻ ഇത് കഴിയുമ്പോൾ പുള്ളീനെ വിളിച്ച് നമുക്ക് ഡീൽ ചെയ്യാം. എന്തായാലും ഒരു 300 എന്തായാലും ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പം നമ്മൾ 2:45 നമ്മൾ ഡ്യൂട്ടിക്ക് കയറി. അപ്പോൾ ട്രിപ്പ് ഇട്ട് വെച്ചേക്കാം. എത്ര കിലോമീറ്റർ നമുക്ക് ഓടാൻ പറ്റുമോ നമുക്ക് നോക്കാമല്ലോ. ഓർഡർ ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓൾറെഡി ഞാൻ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുക, റെൻ്റൽ ട്രിപ്പാണ്. ഇനി റെൻ്റൽ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ എത്തിയെന്നല്ലേ? പോലീസ് സ്റ്റേഷൻ്റെ പുറകിലാണ്. ആ മിററിൽ കൂടി നോക്കിയാൽ കാണാം. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയിട്ട് വക്കീലിനെ വിളിച്ചതിന് ശേഷം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാനാണ്. സത്യത്തിൽ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയത് അവർ സംസാരിക്കണതിൽ എന്തോ വണ്ടി ഇടിച്ച പ്രശ്നമാണ് ഗൈസ്. അതുതന്നെ സംഭവം. അതായത് തോപ്പുംപടിയിൽ നിന്ന് കളമശ്ശേരി പോലീസ് സ്റ്റേഷൻ വരെ ഉള്ളുവഴി കൂടിയൊക്കെ കറങ്ങി തിരിഞ്ഞൊക്കെയാണ് വന്നത്. ജസ്റ്റ് ഒരു 10 മിനിറ്റ് വെച്ചിട്ട് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് 2:45 നമ്മളവിടെ എത്തി. 3 മണിക്ക് തുടങ്ങിയ ട്രിപ്പ് 4:15 ഇവിടെ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ, കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോൾ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എത്ര നേരം പിടിക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും അങ്ങനത്തെ ഒരു കസ്റ്റമറായിരുന്നു. നല്ല ക്വൈറ്റായിട്ടുള്ള ഒരു കസ്റ്റമറായിരുന്നു കേട്ടോ. 3 പേരുണ്ടായിരുന്നു. ഒരു വക്കീൽ നമ്മൾ എറണാകുളത്ത് പോയിട്ടാണ് പിക്ക് ചെയ്തത്. അങ്ങനെ ഇപ്പോൾ നൈസായിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ ഒരു വണ്ടി ഇറക്കി. ചിലപ്പോൾ ഒരു പോലീസും കൂടി ഇപ്പോൾ വണ്ടി കയറും എന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ സംസാരത്തിൽ നിന്ന്. പിന്നെ ആ പോലീസുകാരനായിട്ട് വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെയാണ്. അങ്ങനത്തെ ഒരു റെൻ്റൽ ട്രിപ്പാണ് എനിക്ക് കിട്ടിയേക്കണത്. സോ പറഞ്ഞെടുത്ത് വെച്ച് കാണാം. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ പറയാം ഗൈസ്. എൻ്റെ വണ്ടിയിൽ ആദ്യമായിട്ടാണ് ഒരു പോലീസുകാരൻ കയറുന്നത്. സാറ് ഇവിടെ നമ്മുടെ മേഡൻ വിളിച്ചിട്ട് വന്നേട്ടാ. ഞാൻ പറഞ്ഞില്ലേ വണ്ടി ഇടിച്ച എന്തോ കേസാണെന്ന്. അപ്പോൾ അത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി ഞാൻ വിശേഷം അവിടെ എത്തിയിട്ട് പറയാടാ. ഇത് വണ്ടി മുട്ടിയ കേസല്ലടാ. ഞാൻ പുള്ളിനോട് ചോദിച്ചു. ഇപ്പം നമ്മളാ ഫോൺ വിളിച്ച് ട്രിപ്പ് തന്ന മച്ചാനുണ്ടല്ലോ ഗ്രൂപ്പിലേക്ക്, പുള്ളിനോട് ചോദിച്ച്. അപ്പോൾ പുള്ളി പറഞ്ഞത് ഫിനാൻസ് ഇട്ടിട്ട് അടക്കാത്ത വണ്ടി ഒരെണ്ണം പൊക്കാൻ വേണ്ടി വന്ന സീനാണെന്ന് പറയുന്നത്. അങ്ങനത്തെ സീനാണ്, അല്ലാതെ വണ്ടി മുട്ടിയ സീനല്ലടാ. അതായത് ഫിനാൻസ് അടക്കാൻ പറ്റാത്ത വണ്ടി ഉണ്ടല്ലോ. അപ്പോൾ ആ വണ്ടി പൊക്കാൻ വേണ്ടി നൈസായിട്ട് വന്നേക്കണേണ്ട. നമ്മുടെ റോയൽ ഓട്ടോസില്ലേ ഇവിടെ വന്നേക്കണത്. അതെന്താ എനിക്കറിയില്ല. അതാണ് സിറ്റുവേഷൻ. സാറോടെ നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ 4:31 ആയിട്ടുള്ളൂ. ഒരു 5:45 ആവും നമ്മൾ തിരിച്ചവിടെ എത്തുമ്പോൾ എന്ന് എനിക്ക് തോന്നണം. ഇനി വീണ്ടും കളമശ്ശേരി സ്റ്റേഷനിലേക്ക് പോകണം.
അവിടെ നിന്ന് നേരെ തിരിച്ച് പള്ളുരുത്തിയിലേക്ക് ആവാനായിരിക്കും ചാൻസ് കൂടുതൽ, അതായത് തോപ്പുംപടിയിലേക്ക് ആവാനായിരിക്കും ചാൻസ് കൂടുതൽ. എന്തായാലും ഈ ഒരു ട്രിപ്പ് ആദ്യമായിട്ടാണ് ഇങ്ങനെ വണ്ടി പൊക്കണ കേസിൽ ഞാൻ പോണത്. അത് ഒരു പോലീസുകാരനൊക്കെ ആയിട്ട് അമ്പോ. പിന്നെ വേറൊരു വിറ്റുണ്ടായിരുന്നു കേസ്, അത് ഞാൻ ഇവരെ ഡ്രോപ്പ് ചെയ്തിട്ട് പറയാടാ, കൊടും വിറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ്റെ കൂടെ കടന്നു പോണത്. വെറുതെ സീനായിരുന്നു. നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്തോണ്ടാ കണ്ടാ. EMI ഒക്കെ കറക്റ്റായിട്ട് അടിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഫിനാൻസുകാർ വന്ന് പോലീസുകാരനൊപ്പം വന്ന് പൊക്കിക്കൊണ്ട് പോകും, വണ്ടിയൊക്കെ പൊക്കിക്കൊണ്ട് പോകും. അപ്പോൾ എല്ലാവരും മുടങ്ങാതെ EMI ഒക്കെ കറക്റ്റായിട്ട് അടക്കാൻ നോക്കട്ടോ, അല്ലെങ്കിൽ പെട്ടുപോകും ഗൈസ്, പെട്ടുപോകും ഗൈസ്. കസ്റ്റമറായിട്ട് പിന്നെ തൃപ്പൂണിത്തുറയിൽ പോയി, അത് കഴിഞ്ഞ് നമ്മുടെ കൊച്ചിയിൽ പോയി, അത് കഴിഞ്ഞ് തിരിച്ച് പിന്നെ എടപ്പള്ളിയിലോട്ട് തന്നെ വന്നിട്ടാ. അതായത് കളമശ്ശേരിയിൽ നിന്ന് പോയ പോക്കണ്ട, കളമശ്ശേരിയിലെ പോലീസ് സ്റ്റേഷനിൽ സാറിനെ പിന്നെ ആ സാറിനെ അവിടെ തന്നെ കൊണ്ട് ആക്കുകയും ചെയ്തിട്ടാ. അങ്ങനെ ഇത്രയും കഴിഞ്ഞ് വന്നപ്പോൾ 65 കിലോമീറ്ററാണ് നമ്മൾ ഓടിയേക്കണത്. ഈ 65 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഞാൻ എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും ഈ 3 മണിക്കൂറിൽ? 1 മണിക്കൂർ 300 രൂപ വെച്ചിട്ടാണ് ഞാൻ മേടിച്ചേക്കണത്. പിന്നെ എക്സ്ട്രാ കിലോമീറ്റർ ചാർജസ് എന്ന് പറഞ്ഞിട്ട് സംഭവമുണ്ട്, അത് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്ര കിലോമീറ്റർ നിങ്ങളുടെ ചാർജ് എനിക്കൊന്ന് കമൻ്റ് അടിക്കട്ട. എന്നിട്ട് ഞാൻ ഒരു ദിവസം കഴിയുമ്പോൾ ഞാൻ മേടിച്ച എമൗണ്ട് കറക്റ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കാം കമൻറ്റ് ബോക്സിൽ. 2:45 തുടങ്ങിയ ട്രിപ്പ് കഴിഞ്ഞത് 6:30. ഞാൻ ഓടിയേക്കണത് 65 കിലോമീറ്റർ. മനസ്സിലായോ? അത്ര നോക്കിയാൽ നിങ്ങൾ. അതായത് 2:45 തുടങ്ങിയേക്കണ ട്രിപ്പ് കഴിഞ്ഞത് 6:30. ഞാൻ ഓടിയേക്കണത് 65 കിലോമീറ്റർ. നിങ്ങൾ എത്ര രൂപ മേടിക്കും? നിങ്ങളാണെങ്കിൽ എത്ര രൂപ മേടിക്കും? ആ എമൗണ്ട് നിങ്ങളൊന്ന് കമൻ്റ് അടിക്ക്. എന്നിട്ട് അതിനായിട്ട് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കട്ടെ, ഞാൻ മേടിച്ചത് തെറ്റാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. തെറ്റാണോ, കുറഞ്ഞു പോയോ കൂടിപ്പോയോ ഒന്നും എനിക്കറിയില്ല. അത്യാവശ്യം ഞാൻ നമ്മുടെ സീനിയർമാരെയൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാണ് ഞാൻ മേടിച്ചത് എമൗണ്ട്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റും കൂടി ഒന്ന് കണ്ടതിന് ശേഷം ഒരു ദിവസം കഴിയുമ്പോൾ ഞാൻ എന്തായാലും വീഡിയോയിൽ കമൻറ്റിൽ ഫസ്റ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം ഞാൻ മേടിച്ച എമൗണ്ട് കേട്ടോ. അത് ഞാൻ പിറ്റേ ദിവസം കാണിച്ചും തരാം കേട്ടോ. ഗൂഗിൾ പേ ആണ് ചെയ്തേക്കണം, അപ്പോൾ അത് ഞാൻ കാണിച്ചും തരാം. അല്ലെങ്കിൽ ഞാൻ നുണ പറയണമെന്ന് വിചാരിക്കൂലേ. ആ മേഡവും അഡ്വക്കേറ്റ് ആയിരുന്നു കേട്ടോ. ആ മേഡവും അഡ്വക്കേറ്റ് ആയിരുന്നു. ഇപ്പോൾ മേഡത്തിനെ ഞാൻ എടപ്പള്ളിയിൽ ഇറക്കിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ പാടിവട്ടം ആലിഞ്ചോട് സൈഡാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഊബർ ഓണാക്കി നൈസായിട്ട് പോവാം. അപ്പം ഞാൻ ഓണാക്കിയതാണ്, ഒരു മരടിലേക്കൊരു ട്രിപ്പ് വന്നതുമാണ്. പക്ഷെ അത് എടുക്കാൻ പറ്റില്ല, റഡാർ ട്രിപ്പായിരുന്നു. കിട്ടി പോയി ട്രിപ്പായിരുന്നു. പിന്നെ നമുക്ക് അവിടെ നിന്ന് ഒരു ചായ കുടിച്ചിട്ട് നമുക്ക് നൈസായിട്ട് ഓണാക്കാടാ. ഫ്രണ്ട്സ്, എന്തായാലും 1000 രൂപയുടെ മേളിൽ ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾ എത്രയാണെന്ന് നിങ്ങളൊന്ന് കമൻ്റ് അടിക്കും. ഈ പറഞ്ഞ എമൗണ്ട് എത്ര രൂപ മേടിച്ചിട്ടുണ്ടാവും? നമുക്ക് ഊബറിലാകെ ഓടി കിട്ടിയേക്കണത് 338 രൂപയുണ്ടോ ഇന്നത്തെ ദിവസം, ഒലയിൽ 150 രൂപയും. അപ്പോൾ ഇന്നത്തെ ഏണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇനി ഇവിടെ നിന്ന് ഒരു ട്രിപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സബാഷ്. ഈ ചായക്കടയിൽ കയറി കഴിഞ്ഞാൽ മസാല ദോശയും ഹോർലിക്സും അതാ ഞാൻ കഴിക്കാറുണ്ട്. ഞാനിവിടെ നിന്ന് നൈസായിട്ടൊന്ന് ചലിക്കണേണ് ഗൈസ്. ബിക്കോസ് ഓട്ടം കിട്ടാത്തതാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടം കിട്ടാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ, ഞാനിപ്പോൾ ഓണാക്കിയല്ലേ ഉള്ളൂ. പതുക്കെ നൈസായിട്ട് വീട്ടിലോട്ട് കയറാന്നുള്ള ഒരു മൈൻഡ് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരെ വീട്ടിലേക്ക് വിടും. എനിക്കങ്ങനെയൊന്നുമില്ല, കാലി ഓടിയെങ്കിൽ കാലി ഓടി ഞാൻ വീട്ടിൽ കയറും. അങ്ങനെ കളമശ്ശേരിയിൽ നിന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർ നമ്മുടെ വണ്ടിയിൽ ആദ്യമായിട്ട് കയറിയിട്ടാ. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുത്ത് അവരുടെ സ്ഥലത്ത്, അതായത് ഫിനാൻസിൻ്റെ ആ സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു വലിയൊരു കോമഡി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. എന്തായിരുന്നു കോമഡി എന്നല്ലേ? കോമഡി മുട്ടം വിറ്റാണ് കേസ്. ഫ്രണ്ട് സീറ്റിലല്ലേ ഇരിക്കണത്. ഞാനപ്പോൾ നമ്മുടെ കുസാറ്റിൻ്റെ അവിടെ ഇട്ട് ഇങ്ങനെ തിരിക്കണായിരുന്നിട്ടാ. തിരിച്ചപ്പോൾ 3 പിള്ളേർ ലിഫ്റ്റ് അടിച്ച് നൈസായിട്ട് ഫ്രണ്ടിൽ കൂടി കറക്റ്റ് ഫ്രണ്ടിൽ കൂടെ വെച്ചേക്കണം. അപ്പം നോക്കിയപ്പോൾ പോലീസ്. അവന്മാർ നൈസായിട്ട് അയ്യാ എന്നുള്ള രീതിയിൽ സ്കൂട്ടായി. അടിപൊളിയാണ്ടാ, കാരണം യൂണിഫോമിൻ്റെ പവറാണ് കാണുന്നത്. പോലീസുകാരെ കണ്ടു കഴിഞ്ഞപ്പോൾ വെപ്രാളമാണ്. പിന്നെ ഞാൻ ഇതുപോലെ ഒരു യൂ ടേൺ എടുത്തു കഴിഞ്ഞപ്പോൾ പോലീസ് ഓഫീസർ സാധാരണ ഇരിക്കണ പോലെ തന്നെ ഇരിക്കണത്, മൊബൈലിൽ നോക്കിയായിരുന്നു സാർ ഇരുന്നേച്ചത്. പക്ഷേ യൂ ടേൺ എടുത്തു കഴിഞ്ഞപ്പോൾ വണ്ടികളൊന്നും നിർത്തിയില്ല കേട്ടോ. ഫസ്റ്റ് സാറൊന്നും ഇങ്ങനെ നിവർന്ന് അങ്ങോട്ട് ഇരുന്ന് എൻ്റെ പൊന്നെ ഒറ്റയടിക്ക് എല്ലാവരും വണ്ടിക്കിട്ടാണ് നോക്കണേ. വണ്ടിക്കിട്ട് നോക്കുമ്പോൾ ഇവിടെ പോലീസ് ഓഫീസർ ഇരിക്കണത്.
പോലീസ് ഓഫീസറിന്റെ പവറാണത്. പോലീസ്, നമ്മുടെ കേരള പോലീസിന്റെ പവറാണത്. അത് ശരിക്കും നിങ്ങൾക്ക് ആ പവർ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പോലീസുകാരൻ്റെ കൂടെ യാത്ര ചെയ്യണം. അത് യൂണിഫോം ഇട്ട ഒരു പോലീസുകാരൻ്റെ കൂടെ യാത്ര ചെയ്യണം അവിടെ. അത് എനിക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു അവസരം കിട്ടിയത്. അത് യൂണിഫോം ഇട്ട ഒരു പോലീസുകാരൻ്റെ കൂടെ ശരിക്കും വണ്ടിയിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു വല്ലാത്ത ഫീൽ തന്നെയുണ്ട. അത് ഞാൻ ഇന്ന് മനസ്സിലാക്കി. കാരണം ഫ്രണ്ട് സീറ്റിലിരിക്കുമ്പോൾ എല്ലാവരും നിർത്തി തരുന്നു, ഒതുക്കി തരുന്നു, ബഹുമാനം. അല്ലെങ്കിൽ എന്താണ് എൻ്റെ പൊന്നെ, ചവിട്ടിപ്പിടിച്ച് പോക്കും നിർത്താനാ മാറ്റോട്ടാ അവസാനമാണ്. ഇന്ന് എൻ്റെ വണ്ടിയിൽ ആദ്യമായിട്ടൊരു പോലീസ് ഓഫീസർ കയറി കഴിഞ്ഞപ്പോൾ മനസ്സിലായി, അടിപൊളി പോലീസിൻ്റെ പവർ എന്താണെന്ന്. വേറെ ലെവലായിരുന്നു കേട്ടാ. എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സാറിൻ്റെ കൂടെ. അപ്പം അതായിരുന്നു ആ കസ്റ്റമറിൻ്റെ സെറ്റപ്പ്. പിന്നെ ചിലവർ പറയണേക്കാം മറ്റേ ഈ സാധനം കണ്ട ഇവിടെ ഒരു സെർച്ച് ഐറ്റം ഉണ്ട്. ആ സെർച്ച് ഐറ്റത്തിൽ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം നമ്മുടെ വീട്, പള്ളുരുത്തി, കൊച്ചി, നമുക്ക് ഏത് സ്ഥലത്തേക്കാണ് ട്രിപ്പ് വേണ്ടത് ആ സ്ഥലത്തേക്കുള്ള ട്രിപ്പ് ഊബർ നമുക്ക് വേണ്ടി കൊണ്ടുവന്ന് തരും എന്നൊക്കെ പറയണേക്കാം. ഞാൻ അങ്ങനെ അതൊക്കെ കേട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാ. ഇന്നേ വരെ എനിക്കൊരു കൊണാപ്പം കിട്ടിയിട്ടില്ല, ഒരു കോപ്പും എനിക്കതിൽ കിട്ടിയിട്ടില്ലടാ ഗൈസ്. എന്നാലും ഒരു സമാധാനത്തിന് ഇടക്ക് ട്രിപ്പൊക്കെ കിട്ടാത്തതുകൊണ്ട് ഇടയ്ക്ക് ഇങ്ങനെ ഓണാക്കി ഇടും ഒരു സമാധാനത്തിന്. ഇപ്പം നാവിഗേറ്റ് ചെയ്തിട്ടേക്കണത് പള്ളുരുത്തിലേക്കാണെങ്കിൽ എനിക്ക് കിട്ടുന്ന എയർപോർട്ടിലേക്കായിരിക്കും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതൊക്കെ വെറുതെയാണ്, വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി. പിന്നെ വെച്ചാൽ പറയാം, എനിക്കൊരു കാര്യം കൂടി നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട് കേട്ടോ. കുറേ പേര് മെസ്സേജ് അയക്കാനുണ്ട്. അതായത് പല ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടും വിജയിക്കാത്ത കുറേ പേര്. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഇപ്പോൾ ജസ്റ്റ് വ്ളോഗ് ചെയ്ത് പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലിടുന്ന വീഡിയോസ് കട്ട് ചെയ്തിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇടാൻ തുടങ്ങി. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ട് ബ്രോ, എങ്ങനെയാണ്. ഞാൻ പറഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ സത്യസന്ധമായിട്ടാണ് കാണിച്ചേക്കുന്നത്, അതാണ് നടക്കുന്നത്. ഞാൻ പറയുന്നതിനെക്കാട്ടും നല്ലത് നിങ്ങൾ വീഡിയോ ഇരുന്ന് കണ്ടാൽ മതി, മനസ്സിലാവുമെന്ന് ഞാൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ പറയാനുള്ളത് വെച്ചാൽ വരെ നിങ്ങൾ വർക്കില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കുത്തിരുന്നിട്ട് ഒരു കാര്യമില്ല കേട്ടോ. കിട്ടണ വർക്ക് എന്താണെന്ന് വെച്ചാൽ പോയിക്കോ, അല്ലെങ്കിൽ ലൈഫ് തീർന്നോ, വെറുതെ ആവിയായി പോവും. അല്ല ഞാനങ്ങനെയായിരുന്നു. എനിക്ക് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വർക്കിന് തന്നെ കയറണം. അങ്ങനെ മാക്സിമം 2, 2.5, 3 കൊല്ലമൊക്കെ ഞാൻ വെറുതെ കളഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ, മനസ്സിലായോ? അത് എനിക്ക് ഇഷ്ടപ്പെടുന്ന വർക്കിന് എനിക്ക് കയറണം എന്നുള്ള മൈൻഡിൽ ഞാൻ നിന്ന് അങ്ങനെ കളഞ്ഞിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അത് ആ ഒരു സിറ്റുവേഷൻ എനിക്കും അറിയാം. അപ്പോൾ നിങ്ങൾ മാക്സിമം വെറുതെ ഒരേ വർഷം കളഞ്ഞ് തൊലക്കാതെ നൈസായിട്ട് കിട്ടുന്നത് എന്ത് വർക്കാണോ ആ വർക്കിൽ കയറുക, കുറച്ച് കഷ്ടപ്പെട്ട് അതിലൂടെ കുറച്ച് സേവിങ്സ് വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കാശ് വെച്ചിട്ട് നമുക്ക് അടുത്ത വർക്കിലേക്ക്, നമ്മുടെ ഇഷ്ടപ്പെട്ട വർക്കിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ അങ്ങനെ മാക്സിമം ട്രൈ ചെയ്ത് കേട്ടോ. വെറുതെ വീട്ടിൽ ഇരുന്ന് സമയം കളയരുത്. കിട്ടുന്ന എന്ത് വർക്കാണോ അതിന് പോയിക്കോ, എന്നാലും എൻഗേജ് ആവുള്ളൂ. നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് കുറച്ച് പേരെങ്കിലും പരിചയപ്പെടാൻ പറ്റുള്ളൂ. പുറത്തുനിന്ന് കുറച്ച് ആൾക്കാരെയൊക്കെ പരിചയപ്പെടണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് ഈ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടോ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കണ്ടിട്ടോ പുള്ളിനൊന്ന് മെസ്സേജ് അയച്ചിട്ട് നോക്കാം. പുള്ളി എന്തെങ്കിലും ഒരു അത് തരുമായിരിക്കും. എന്ത് തരാനാണ് ഗൈസ്? ഞാൻ ഈ കാറ് EMI എടുത്താണ് കാറാണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് പറയണേ. ഞാൻ ഇതേപോലെ നിങ്ങൾക്ക് ലോൺ എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു വണ്ടി എടുക്കുക. അതെ, ഞാനിപ്പോൾ കാണിക്കണത് കറക്റ്റ് കാശും കാര്യങ്ങളൊക്കെ കാണിക്കണത്. ഇതേപോലെയൊക്കെ ഞാൻ ഒപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതേപോലെ ഒപ്പിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ആ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ ഊബറിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ വണ്ടികൾ കുറേ ആയി. ഈ ഇത്ര ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഊബർ എന്ന് പറഞ്ഞ ഫീൽഡ് തന്നെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കണേ, മനസ്സിലായോ? സോ അതാണ് അവസ്ഥ. കിട്ടണത് എന്ത് വർക്കാണോ അതിന് മാക്സിമം പോവുക. എന്നിട്ട് കുറേ കാശൊക്കെ കിട്ടിക്കഴിയുമ്പോൾ, അതായത് കുറേ കാശൊക്കെ നമ്മൾ സേവ് ചെയ്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് ഇറങ്ങാം. അതാണ് മച്ചാന്മാരെ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അപ്പോൾ മച്ചാന്മാരെ മാക്സിമം വെറുതെ വീട്ടിൽ നിന്ന് സമയം കളയരുത്. കിട്ടണ എന്താണോ അതിന് നൈസായിട്ട് പോവാം. ഇപ്പോൾ സൊമാറ്റോ ഓർഡറുണ്ട്, സ്വിഗ്ഗി ഉണ്ട്, കുറേ ആപ്പുകളുണ്ട്. ഏതെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഒരു കാർ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നൈസായിട്ട് ഏതെങ്കിലും വല്ല ബൈക്ക് എടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നൈസായിട്ട് ഇറങ്ങിത്തിരിക്കുക. ബൈക്ക് എടുത്തു കഴിഞ്ഞാൽ സൊമാറ്റോവും ഈ പോർട്ടറൊക്കെ ഓടാൻ പറ്റും. വർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. വർക്ക് ഇഷ്ടം പോലെ എന്നാൽ കിട്ടും.
അതിൽ കിട്ടണതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ജീവിച്ചു പോവാം, മനസ്സിലായ? എന്തെങ്കിലും ഒരു ദിവസം നമ്മൾ രക്ഷപ്പെടും. വെറുതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ലാണ്ട് വീട്ടുകാരും പറയും ഒരു ഗുണവും ഇല്ലാതെ കൊണ്ട് ഒരു ഗുണവും ഇല്ലെന്ന് പറയും, ഒരു ഗുണവും ഇല്ലെന്ന് പറയും. പഠിച്ച് ഭയങ്കര ഡിഗ്രിയും മറ്റേ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞ വ്യക്തികളായിരിക്കും. ഞാനതൊക്കെ പോലെയൊക്കെ തന്നെയാണ്. പഠിച്ചത് പഠിച്ച് ഇത് പഠിച്ചു അതൊക്കെ തന്നെ ഇതൊക്കെ പഠിച്ച് സെറ്റാവും. ഇപ്പം കിട്ടും 1.5 ലക്ഷം രൂപ സാലറിയിൽ ഇപ്പം കിട്ടും നോക്കിയിരുന്നു എന്നുള്ള മൂടൊക്കെ ആയിരുന്നു. ഞാൻ വർക്കിനൊക്കെ കയറി, ഞാൻ എയർപോർട്ടിലവിടെയൊക്കെ വർക്കിനൊക്കെ കയറി. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ്, ഇപ്പം നിങ്ങൾ പറഞ്ഞ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡ് നോക്കി നടന്ന് സമയം കുറേ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരിക്കലും നിങ്ങൾ കളഞ്ഞെടുക്കാൻ പാടില്ല ഗൈസ്. മാക്സിമം കിട്ടുന്ന വർക്കിന് കയറാ. നമ്മളുടെ കയ്യിൽ എന്തുണ്ടോ അതുകൊണ്ട് നമ്മൾ ഏൺ ചെയ്യാൻ നോക്കാം. അത്ര എനിക്ക് പറഞ്ഞു തരാനുള്ളൂ. ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. അധികം ഉപദേശിച്ച് കൊളോക്കുന്നില്ല. 2.5 അടിച്ചിട്ടിരിക്കണ ആൾക്കാരൊക്കെ കേട്ട് അയ്യോ എന്താ വേണം അപ്പാണ് ഈ പറയണം എന്നുള്ള സീനായി. എന്തായാലും ഞാനിന്നൊരു 10,000 രൂപ 2,200 രൂപ അടുത്ത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഊബറിലും ഒലയിലായിട്ട് 300ഉം 200ഉം അതൊക്കെയാണ് എനിക്ക് കിട്ടിയേക്കണത്. പക്ഷേ മാക്സിമം 10,000-2,000 രൂപ അടുത്ത് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നണത്. ഞാൻ ഇങ്ങനെ നോക്കിയിട്ടില്ല എത്ര കിട്ടിയിട്ടുണ്ടെന്നൊന്നും. അയ്യോടാ, ഒരു ഡോഗ് സമാധിയായി കിടക്കണം. കുഴിച്ചിടാൻ ആരെങ്കിലും ഉണ്ടാവുമോ? പിന്നെ വേറെ ടീംസ് ഉണ്ട്, അതായത് ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന മച്ചാന്മാരോട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ പൊന്നു മച്ചാന്മാരെ, നീ മാത്രമല്ല ജോലി ഇല്ലാതിരിക്കണത്. ഇഷ്ടം പോലെ പിള്ളേരുണ്ട്. നീ വേണമെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്ക്, ഞാൻ നിനക്ക് സ്ക്രീൻ റെക്കോർഡ് കാണിച്ചു തരാം. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന മെസ്സേജിൻ്റെ ലിസ്റ്റ് കാണിച്ചു തരാം. കിള്ളി പുറക്കുന്നില്ല. ഡിപ്രഷനൊന്നും അടിച്ചിരിക്കുകയൊന്നും വേണ്ട. എല്ലാവരും നിന്നെ പോലെയുള്ള അവസ്ഥയിലാണ് നിൽക്കുന്ന ടീമാണ്. ഡോണ്ട് വെറി കേട്ടാ. മാക്സിമം വീട്ടിൽ നിന്ന് ഇറങ്ങി എന്തെങ്കിലുമായിട്ടുള്ള വർക്കിന് കയറാൻ നോക്ക്. നാട്ടുകാരും മറ്റേ കുടുംബക്കാരൊക്കെ പലതും പറയും അവന് പഠിച്ചത് ഇതാണ്, എന്നിട്ട് കയറിപ്പോയത് അവന് പെയിന്റിൻ്റെ പണി, ഡ്രൈവർ മറച്ചതെന്നൊക്കെ പറയും. അതൊന്നും നിങ്ങൾ കേൾക്കണ്ട. വീട്ടിൽ വെറുതെ ഇരിക്കണേക്കാട്ടും നല്ലതാണ് എന്തെങ്കിലും പണിയെടുത്ത് പണ്ടറങ്ങണത്. അങ്ങനെ പറയണവരുടെ മുമ്പിലാക്കില്ലേ നൈസായിട്ടില്ലേ, അത് നിങ്ങൾ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. എന്ത് പണിയെടുത്താലും അതിന് കിട്ടണത് നമുക്ക് പൈസ തന്നെയാണ്, മനസ്സിലായ? നമുക്ക് വേണ്ടതും പൈസ തന്നെയാണ്. പൈസ വരുമ്പം ഓട്ടോമാറ്റിക്കലി സമാധാനം വരും. ചിലവർ പറയും പൈസ ഉണ്ടായിട്ട് കാര്യമില്ല, സമാധാനമാണ് വേണ്ടതെന്ന് പറയും. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം പുറകെ വന്നോളും ഗൈസ്. ഉള്ള കാര്യമാണ് ഞാൻ പറയണത്. ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഡിപ്രഷൻ അടിച്ച് പണ്ടാറടങ്ങിയിരിക്കണ്ട. മാതാവ് കൂടെ ഉണ്ട്. അത് എല്ലാവർക്കും ഒരു സമയം വെച്ചിട്ടുണ്ട്. ആ സമയത്ത് എല്ലാവരും സെറ്റാവും. അതുകൊണ്ട് ഡിപ്രഷൻ അടിച്ചിരിക്കേണ്ട ഒരു കാര്യമില്ല മച്ചാന്മാരെ. കിട്ടണ എന്ത് പണിയാണോ അതിന് നൈസായിട്ട് പോവാ. അങ്ങനെ ടർബോ മൊബൈൽസിൽ സാധനങ്ങളെല്ലാം കൈമാറിയിരിക്കുന്നു. കണ്ടാ, നമ്മൾ സൈഡായിട്ട് കിട്ടണത് എന്താണ്, നമുക്ക് എവിടെ നിന്നൊക്കെ ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ നമ്മൾ ചെയ്തേക്കണം. കണ്ടാ, വീടെത്തിയപ്പോൾ 8:17 നമ്മൾ രാവിലെ 9 മണിക്ക് ഇറങ്ങിയത്. 11.5 മണിക്കൂറിൽ നിന്ന് ജോലിക്കാൻ പോയി. എൻ്റെ പൊന്നോ.